ആത്മീയാരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തദാസനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. പ്രാർത്ഥനയോട് നമ്മൾ തുറന്നുള്ള അല്പസമയങ്ങൾ ദൈവജനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഇടപെടാനുള്ള ആത്മീയ ദൂതുകൾക്ക് വേണ്ടി നമ്മെ തന്നെ സജ്ജരാക്കി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. കഴിഞ്ഞ ഒരാഴ്ചയോടെ കർത്താവ് നമ്മളെ സഹായിച്ചു, പരിപാലിച്ചു, വഴി നടത്തി. ദൈവിക അനുഗ്രഹങ്ങൾ, നന്മകൾ കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞു. ആരോഗ്യത്തോട് ആയുസ്സിനെ ദീർഘമാക്കിയതുകൊണ്ട് വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ അടുത്ത് വരുവാനും ദൈവത്തിന് സ്തോത്രം കരയറ്റുവാനും കർത്താവ് സാവകാശം നൽകി. ഈ നല്ല ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ചുവടുകൾ മുന്നോട്ട് വയ്ക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. വായിച്ച അനുഗ്രഹീത സങ്കീർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ദീർഘമായ ഒരു സങ്കീർത്തനമാണ് 107 സങ്കീർത്തനം. ഇതിനെ പല ഭാഗങ്ങളായിട്ട് തിരിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. അതിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് പകൽ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നാം എടുത്തത്. പ്രാരംഭത്തിൽ അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിച്ചാട്ട് 1, 2. മതി. വിമുക്തന്മാരുടെ ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ ആദ്യ ഭാഗത്തിന് പേര് കൊടുക്കാം. എന്തായി വിമുക്തൻ? ഇംഗ്ലീഷിൽ അതിന് കൊടുത്തേക്കുന്ന വാക്ക് വീണ്ടെടുക്കപ്പെട്ടവരെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമൊക്കെ പറയാൻ കഴിയണം, നമ്മളാരാ? വീണ്ടെടുക്കപ്പെട്ടവരാ. കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളാണ് നാം ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ ഈ പാട്ട് ആർക്കുള്ളതാണ്? നമുക്കുള്ളതാ. 1 വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. ഇതാര് പാടേണ്ടതാ? നമ്മൾ പാടേണ്ടതാ. വീണ്ടെടുക്കപ്പെട്ടവർ പാടേണ്ടതാ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ. എപ്പോഴും പാടാൻ പറ്റിയൊരു പാട്ടാണ് അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ലോകത്തിൽ നല്ല മനുഷ്യരുണ്ടെങ്കിലും എപ്പോഴും അവർ നല്ലവരാകണമെന്നില്ല. ചില മനുഷ്യരെക്കുറിച്ച് പറയത്തില്ല, പണ്ടൊക്കെ നല്ലതായിരുന്നു, സ്വഭാവം മാറാം, എന്നാൽ ദൈവത്തിന് മാറ്റമില്ല. ഏത് കാലത്തും ദൈവത്തെക്കുറിച്ച് പറയാം, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പാടാൻ വിളിച്ച് ചേർക്കപ്പെട്ട കൂട്ടമാണ് നമ്മൾ. വീണ്ടെടുപ്പ് പ്രാപിച്ചവർ പാടേണ്ട പാട്ടാണ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ. ഇസ്രായേൽ മക്കളുടെ ജീവിത പശ്ചാത്തലം ഇതിനകത്ത് കാണുന്നുണ്ട്. എന്നാൽ അതിലേക്ക് പോകാതെ നമ്മുടെ പശ്ചാത്തലത്തിലൂടെ നമുക്ക് ഇറങ്ങിയങ്ങ് പോകാം. ദൈവം നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, വീണ്ടെടുത്തു, തൻ്റെ മക്കളാക്കി. നമ്മൾ പാടേണ്ട പാട്ട്, എന്നാൽ 1-2 ചിന്തകൾ ഞാൻ ആ ഭാഗത്ത് അധികം നിൽക്കാതെ മുന്നോട്ട് പോകുന്നു. 3 വാക്യവും അതിൻ്റെ 7 വാക്യവും വായിച്ചോളൂ. സോറി, 4-7 ഞാൻ ഉദ്ദേശിച്ചത് 3 പറഞ്ഞെന്ന് തോന്നുന്നു. 4 വാക്യം. അവർ മരുഭൂമിയിൽ ഇനി 7 കൂടെ വായിച്ചു. മതി. അവിടെ 2 പദങ്ങൾ ദൈവമക്കൾ ശ്രദ്ധ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 4 വാക്യത്തിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ട്, പാർപ്പാൻ ഒരു പട്ടണം അവർ കണ്ടെത്തിയില്ല. 7 വാക്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ട്, അവർ പാർക്കാൻ തക്ക പട്ടണത്തിൽ ദൈവം അവരെ നടത്തി. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കണ്ടെത്തിയാൽ, നമ്മൾ ശ്രമിച്ചാൽ, നമ്മുടെ അധ്വാനം കൊണ്ട് പാർക്കാൻ തക്ക പട്ടണം കണ്ടെത്തത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങൾ കേൾപ്പിച്ചാൽ ദൈവം കൊണ്ടെത്തിക്കും. ഏതൊരു വിഷയത്തിലും നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ പ്രയത്നങ്ങൾ പലപ്പോഴും നിഷ്ഫലമാകും. ചിലതൊക്കെ സാധ്യമാകും, എങ്കിലും 100% ഒരു പെർഫെക്ഷനെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിക്കാമെങ്കിൽ ദൈവം ഏറ്റവും ബെസ്റ്റാക്കി തരും. 2 പദം ഞാൻ ഒന്ന് ആവർത്തിക്കുന്നു. പാർപ്പാൻ തക്ക പട്ടണം കണ്ടെത്തിയില്ല.
ഇസ്രായേൽ മക്കളുടെ ജീവിത പശ്ചാത്തലം നമ്മൾ പഠിച്ചു വന്നാൽ അവർ പാർക്കാൻ തക്ക പട്ടണത്തിന് വേണ്ടി ഒരു കണ്ടെത്തൽ പരിശ്രമം നടത്തി. പക്ഷെങ്കിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ദൈവം നടത്തിയൊരു വഴിയുണ്ട്. ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്നാൽ എത്തേണ്ടടുത്തെത്താം. എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ പരിശ്രമം കൊണ്ട് ഞാൻ എന്തൊക്കെയോ ആകാം, എന്നെക്കൊണ്ട് പറ്റും. നമുക്കൊക്കെ ആത്മവിശ്വാസം വേണം തീർച്ചയായിട്ടും ഏത് വിഷയത്തിലും. എന്നാൽ ദൈവത്തിലുള്ള ആശ്രയം ഒട്ടും കുറയരുത്. പല കുഞ്ഞുങ്ങൾക്കും പലപ്പോഴും പറ്റുന്നൊരു പരാജയം, എന്നെക്കൊണ്ട് പറ്റുമോ? ഈ ചിന്ത എങ്ങനെയോ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവർ പരാജയമാണ്. അക്കാര്യത്തിൽ മാതാപിതാക്കൾക്കൊരു ചെറിയ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അബദ്ധത്തെങ്കിലും ചിലപ്പം ദേഷ്യം കയറി, വാശി കയറി കൊച്ചിനോട് പറയും, നിന്നെ എന്നത്തിന് കൊള്ളാം. വളരെ ഗൗരവത്തോടെ ഓർത്തണം, ഈ വാക്ക് എവിടെ ചെന്നു? കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ കയറി. ആരാ പറഞ്ഞ്? ആരും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പറഞ്ഞതാരാ? അമ്മയാ. മാതാപിതാക്കൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം, അമ്മമാരുടെ വാക്കിന് ഭയങ്കര വിലയാണ്. നിങ്ങളുടെ പ്രോത്സാഹന വാക്ക് അവർക്ക് ഒത്തിരി പ്രയോജനമാണ്. അപ്പോൾ തന്നെ ഇങ്ങനത്തെ വാക്കും അറിയാതെ ഒരു ചാട്ടുളി പോലെ അകത്തേക്ക് കുത്തിക്കയറും. എവിടെയെങ്കിലും ഒരു ചെറിയ പരാജയം വരുമ്പോൾ അറിയാതെ ഇത് പൊങ്ങി വരും. അമ്മ പറഞ്ഞു, നിന്നെ എന്നോത്തിന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആർക്കാ? അമ്മയ്ക്കല്ലേ. ഒരു മകനെ അല്ലെങ്കിൽ മകളെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന അമ്മയ്ക്കാണ്. അമ്മ പറഞ്ഞു എന്നോത്തിന് കൊള്ളാം. ഒരു ചെറിയ പരാജയം വന്നപ്പോൾ കുഞ്ഞറിയാതെ ചിന്തിക്കും, ശരിയാ, അമ്മയും പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്നിനും കൊള്ളത്തില്ല. ആ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊന്നും അതൊരു ഹാനിയായി മാറരുത്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോയിക്കോട്ടെ. ആത്മവിശ്വാസം നമുക്ക് വേണം, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഏതൊരു വിഷയത്തിലും ഐ ക്യാൻ ഡു, എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് കഴിയും. സ്വയമാണെങ്കിലും അങ്ങ് പറയണം. മറ്റുള്ളവരൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞുങ്ങളോടൊക്കെ പറയണം, മോനെ പറ്റും, മോളെ നിന്നെക്കൊണ്ട് പറ്റും. ഇത് പറയുമ്പോൾ അവർക്കൊരു പ്രോത്സാഹനം, അവരൊന്ന് ഉയർത്തെഴുന്നേൽക്കുക. തീർച്ചയായിട്ടും അത് കഴിയും. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലും ഒരാഗ്രഹം ഉണ്ടാകണം, ഒരു വിശ്വാസം ഉണ്ടാകണം, എനിക്ക് ചിലതൊക്കെ ചെയ്യാൻ പറ്റും. ഒരു കഴിവുമില്ലാതെ ദൈവം ആരെയും ഭൂമിയിലാക്കിയിട്ടില്ല. യേശു കർത്താവ് താലന്തുകളുടെ ഉപമ പറയുമ്പോൾ പോലും പറയുന്നുണ്ടല്ലോ, ഒരു താലന്തെങ്കിലും ഒരാൾക്ക് കൊടുക്കും. ചിലരുടെ കഴിവനുസരിച്ച് 5 കിട്ടിയെന്നിരിക്കും, ചിലർക്ക് 2 കിട്ടിയെന്നിരിക്കും. എന്നാൽ ഒന്നെങ്കിലും ഇല്ലാതെ കർത്താവ് ആരെയും ആക്കിയിട്ടില്ല. അങ്ങനെയെങ്കിൽ എന്നെക്കൊണ്ട് ചിലതൊക്കെ കഴിയും. ഇത് എൻ്റെ ആത്മവിശ്വാസം. അവിടെ കൊണ്ട് മാത്രം അവസാനിപ്പിക്കല്ലേ, ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിച്ചാൽ എത്തേണ്ടിടത്ത് എത്തിക്കാനായിട്ട് ദൈവത്തിന് കഴിയും. ഞാൻ വേഗത്തിൽ ആ ഭാഗം ഒന്ന് വിശദീകരിച്ച് എൻ്റെ വാക്കുകൾ തൽക്കാലം ഇവിടെ വിരമിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നമ്മൾ വായിച്ച ഭാഗത്ത് 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്ന് നടന്നു. അങ്ങനെയെങ്കിൽ ഇപ്പം ഇവർ നടക്കുന്ന വഴി ഏതാ? മരുഭൂമിയാണ്, ജനസഞ്ചാരമില്ലാത്ത വഴിയാണ്, ലക്ഷ്യമില്ലാതുള്ള നടപ്പാണ്, ഉഴന്ന് നടക്കുക, വലയുക. എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല, മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു. ഈ യാത്രയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. 40 വർഷം ദൈവം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ നടത്തുമ്പോൾ ദൈവം ഇവർക്ക് മുമ്പേ നടക്കുന്നതുകൊണ്ട് ഇവർക്ക് വഴി അറിയാം. ദൈവം ഇല്ലായിരുന്നുവെങ്കിൽ ഇവർ കനാനിലെത്തത്തില്ല. മരുഭൂമി ലക്ഷ്യം തെറ്റുന്നിടമാണ്. ഒന്നും കൂടെ മരുഭൂമിയെക്കുറിച്ച് ചില വാക്കുകൾ പറഞ്ഞാൽ, ഏകാന്തതയുടെ സ്ഥലമാണ്, ആരോരുമില്ലാത്ത സ്ഥലമാണ്, വെള്ളമില്ലാത്ത സ്ഥലമാണ്, വഴി തെറ്റിക്കുന്ന സ്ഥലമാണ്, നിരാശപ്പെടുത്തുന്ന സ്ഥലമാണ്. അങ്ങനെയെങ്കിൽ ഈ നിരാശപ്പെടുത്തുന്ന, ദാഹശമനമില്ലാത്ത, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്ത, ലക്ഷ്യബോധം ഇല്ലാത്ത, മുന്നോട്ടുള്ള വഴി അറിയാത്ത, എങ്ങോട്ട് പോകുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഈ വഴിയിൽ എനിക്കെന്തില്ല? പാർപ്പാൻ തക്ക പട്ടണമില്ല. ദൈവമക്കളത് തിരിച്ചറിയണം. ലക്ഷ്യബോധമില്ലാത്തടത്ത് പാർക്കാൻ തക്ക പട്ടണം എനിക്കില്ല. പക്ഷെങ്കിൽ ഇവരെന്തോ ചെയ്യുക? ഉഴന്ന് നടന്നിട്ട് പാർക്കാൻ തക്ക പട്ടണം അന്വേഷിക്കുക. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ വിശദീകരിച്ചോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേൽ മക്കളുടെ ചരിത്രമൊക്കെ വിട്ടിട്ട് നമ്മളിലേക്ക് നമുക്ക് ഇറങ്ങി വരാം. ജീവിതയാത്രയിൽ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഈ മരുഭൂമിയിൽ താൽക്കാലികമായി എനിക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് വേണം, അത് ദൈവം തരും. പക്ഷേ ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം
ഈ മരുഭൂമി അല്ല എൻ്റെ സ്ഥിരവാസം, ദൈവം ഒരു കനാൻ ഒരുക്കിയിട്ടുണ്ട്. ഈ മരുഭൂമിയിലൂടെ ഞാൻ ചിലതൊക്കെ നേടാമെന്നും കണ്ട് ഓടിയാൽ എന്നെ കൊണ്ടൊന്നും നേടാൻ കഴിയത്തില്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, പാർപ്പാൻ തക്ക പട്ടണം കണ്ടെത്താൻ കഴിയത്തില്ല നിങ്ങൾക്ക് ഈ മരുഭൂമിയിൽ. ഈ മരുഭൂമിയിൽ ശൂന്യതയുണ്ട്. ഈ മരുഭൂമിയിൽ പലതും ഇല്ലായ്മയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ദൈവപൈതൽ ഓർക്കേണ്ടത്, ഞാൻ മരുഭൂമി യാത്ര ചെയ്യാനല്ല ദൈവം എന്നെ വിളിച്ചത്. പുറപ്പാട് പുസ്തകം, സംഖ്യാപുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ അവർക്ക് വേണ്ടതൊക്കെ കർത്താവ് കൊടുത്തിട്ടുണ്ട്. മന്ന കൊടുത്തു, കാടപക്ഷിയെ കൊടുത്തു. ഇനി ഒന്നൊരു ചോദിച്ചോട്ടെ, ഇതിനു മുമ്പ് ഇവർ ഭക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. മിസ്രൈമിൽ ഇതൊന്നും കിട്ടിയിട്ടില്ല. ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ചിലത് മരുഭൂമി കൊടുത്തു. മേഘസ്തംഭം ദൈവം ഒരുക്കി കൊടുത്തു. പിന്നെ പകൽ മരുഭൂമിയിലെ ചൂട് അടിക്കാതെ വണ്ണം ആ തണുത്ത ഒരു അന്തരീക്ഷം ദൈവം അവർക്ക് കൊടുത്തു. രാത്രിയിൽ വഴിതെറ്റിപ്പോകാതിരിക്കാൻ, കുഴിയിലകപ്പെടാതിരിക്കാൻ വെളിച്ചം കർത്താവ് കൊടുത്തു. ഇതൊക്കെ ദൈവം മരുഭൂമിയിൽ കൊടുത്തെങ്കിലും ദൈവം ഇവരെ വിളിച്ചതെന്തിനാ? കനാനിലെത്താനാ. വ്യക്തമായി ദൈവമക്കൾക്ക് ബോധമുണ്ടാകണം, എന്നെ വിളിച്ചതെന്തിനാ? മിസ്രൈമിൽ നിന്ന് എന്നെ വിളിച്ചെങ്കിൽ കനാനിലെത്താനാണ് ദൈവം എന്നെ വിളിച്ചത്. ഈ യാത്ര മരുഭൂമിയിലൂടെ. ഞാനൊന്നുകൂടെ പറഞ്ഞോട്ടെ, മരുഭൂമിയിൽ മന്ന കിട്ടുമ്പോൾ സ്തോത്രം പറഞ്ഞു, പക്ഷെങ്കിൽ മന്നയിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കരുത്. മരുഭൂമിയിൽ കാടപ്പക്ഷിയെ ദൈവം തരുമ്പോൾ സ്തോത്രത്തോടെ അതിനെ അനുഭവിച്ചോ. മരുഭൂമിയിൽ മേഘസ്തംഭം ദൈവം ഒരുക്കുമ്പോൾ, കർത്താവേ മേഘസ്തംഭത്തിനായി സ്തോത്രം, കുളിർമയ്ക്കായി സ്തോത്രം, തന്ന സമാധാനത്തിനായി സ്തോത്രം പറഞ്ഞോ. കൂരിരുളിൽ വഴിതെറ്റി തടഞ്ഞ് അല്ലെങ്കിൽ കുഴിയിൽ വീണ് അപകടമുണ്ടാകാതിരിക്കാൻ തന്ന വെളിച്ചത്തിനായി സ്തോത്രം. ഈ മരുഭൂമിയിൽ ലഭിക്കുന്നതൊക്കെ ഓർത്ത് സ്തോത്രം പറഞ്ഞോണം. പക്ഷെങ്കിൽ പറഞ്ഞോണം, എന്നെ വിളിച്ചത് മരുഭൂമിയിൽ പട്ടണം ഉണ്ടാക്കാനല്ല, എന്നെ വിളിച്ചത് കനാനിലെത്താനാണ്. ഈ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. മരുഭൂമിയിൽ പട്ടണം ഉണ്ടാക്കാൻ ഞാൻ നോക്കിയാൽ എനിക്ക് കഴിയത്തില്ല. എൻ്റെ ദൈവം എന്നെ വിളിച്ചത് കനാനെ ലക്ഷ്യമാക്കിയാണെങ്കിൽ ആ കനാനിലെത്തുന്നത് വരെ കർത്താവേ മരുഭൂമിയിൽ തരുന്ന നന്മകൾക്കായി സ്തോത്രം. ഈ മരുഭൂമിയിൽ എനിക്ക് നന്മകൾ ദൈവം തരുന്നുണ്ട്. ഈ നന്മകൾ ഞാൻ മറക്കരുത്. അത് അനുഭവിച്ചോ, സ്തോത്രം പറഞ്ഞോ, അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. സംഖ്യാപുസ്തകത്തിലൊക്കെ വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, 40 വർഷത്തെ ഇവരുടെ മരുഭൂപ്രയാണത്തിൽ 20 വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ളവരായ യോശുവയും കാലേബും ഒഴികെ ബാക്കി മുഴുവൻ പേരും മരുഭൂമിയിൽ പട്ടുപോയി. ഇവരോട് ചോദിച്ചാൽ ഇറങ്ങിയത് എന്തിനാ? മരുഭൂമിയിൽ ഒരു ശവടക്ക് കിട്ടാനാണോ? അല്ല. മരുഭൂമി ശവടക്ക് കിട്ടി കാണുമോ? എനിക്കറിഞ്ഞുകൂടാ. ഏതാണ്ട് 6,35,550 കുടുംബങ്ങളാണ് അവിടെ ഇറങ്ങി തിരിച്ചത്. അതിൽ 2 പേർ ഒഴികെ ബാക്കിയുള്ളവർ പറ്റുപോയെങ്കിൽ 6,33,548 പേർ മരുഭൂമി മരിച്ചുപോയി. 40 വർഷത്തിനിടയിൽ ഇവരെ അടക്കിയോ? വേദപുസ്തകം ഒന്നും പറയുന്നില്ല, എനിക്കറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഇവർ അടുത്ത പാളയത്തിലേക്ക് പോകുമ്പോൾ ആ ഡെഡ് ബോഡി അവിടെ ഇട്ടിട്ട് പോയി കാണും, അഥവാ ചെറുതായിട്ടെങ്കിലും ഒന്ന് കുഴിച്ച് മൂടി കാണും. അതിനപ്പുറം ഒന്നും സംഭവിച്ചില്ല. ഈ ആൾക്കാരോട്, കുടുംബക്കാരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇറങ്ങിയത്? മരുഭൂമിയിലൊരടക്കം കിട്ടാനാണോ? മരുഭൂമിയിലെ മന്ന തിന്നാനാണോ? മരുഭൂമിയിലെ കാടപ്പക്ഷിയെ തിന്നാനാണോ? ചില സൗകര്യങ്ങളും തീക്കൽ പാറയിൽ നിന്നുള്ള വെള്ളം കുടിക്കാനാണോ? ഇതിനൊന്നുമല്ല എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചത് കനാനിലെത്താനാ. ആ യാത്രയിൽ ചിലതൊക്കെ എൻ്റെ കർത്താവ് തരും. ഞാനത് സ്തോത്രത്തോടെ അനുഭവിച്ചോണം. പക്ഷെങ്കിൽ അവിടെ നിന്നൊരു വാക്ക് പറഞ്ഞോണം, പാർപ്പാൻ തക്ക പട്ടണം എനിക്ക് മരുഭൂമിയിലില്ല. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിൽ ആ ദൂത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, പാർപ്പാൻ തക്ക പട്ടണം ദൈവം ഒരുക്കിയത് നിത്യതയിലാണ്. അബ്രഹാം വിശ്വാസത്തോടെ എബ്രായ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തുകൊണ്ട് ആ തലമുറകൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത്, ഇവിടുത്തേത് നിലനിൽക്കുന്നതല്ല, ഇവിടുത്തേത് ശാശ്വതമല്ല, എന്നാൽ ശാശ്വതമായ ഒന്ന് എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ ദേശത്തേക്കുള്ള യാത്രയാണ്. ആ പാർപ്പാൻ തക്ക പട്ടണത്തിൽ എന്നെ കൊണ്ടെത്തിക്കുന്നൊരു ദൈവമുണ്ട്. യെസ്, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ പാർപ്പാൻ തക്ക പട്ടണത്തിൽ
ചെല്ലേണ്ടതിന് എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ ഈ മരുഭൂമിയിൽ പാർക്കാൻ തക്ക പട്ടണം എനിക്കില്ല. ഞാൻ വീണ്ടും പറയുന്നു, നമ്മളിവിടെ താൽക്കാലികവാസികളാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാത്രത്തോളം കാലം ഈ മരുഭൂമിയിൽ എനിക്ക് ശൂന്യതയാണ്. യേശു കർത്താവ് പറഞ്ഞൊരു വാക്ക് ദൈവമക്കൾ ശ്രദ്ധ കൊണ്ടുവരാം. നമുക്കറിയാവുന്ന വചനമാണെങ്കിൽ ഒന്ന് വായിച്ചു കേൾക്കാം. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28, 29 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ആ മതി. ആ ഭാഗത്തൊരു വാചകം പറഞ്ഞ് പെട്ടെന്ന് മുന്നോട്ട് പോകാം. പാർപ്പാൻ തക്ക പട്ടണം ഇവിടെ കിട്ടത്തില്ല, പക്ഷെങ്കിൽ ഈ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ആശ്വാസം കിട്ടും. യേശു കർത്താവ് പറഞ്ഞ വാക്ക് മറക്കരുത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എല്ലാവരും, ആരൊക്കെ ഭാരം ചുമക്കുന്നു, ആരൊക്കെ അധ്വാനിക്കുന്നു, ഏതൊക്കെയോ മാനസിക ഭാരങ്ങൾ, ശാരീരികമല്ല, ശാരീരികം കാണാം, സാമ്പത്തികമായ ഭാരങ്ങൾ, ഏതൊക്കെ ഭാരം ചുമക്കുന്നോ ആ ഭാരം ചുമക്കുന്നവരോട് കർത്താവിന് പറയാനുള്ള ദൂത് ഇതാണ്: നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, യേശുവിൻ്റെ അടുക്കലേക്ക് ചൊല്ലുക. ഇന്ന് പകൽ ദൈവമക്കളെ, മരുഭൂമിയിൽ പാർപ്പാൻ തക്ക പട്ടണമില്ല എങ്കിലും യേശു എനിക്കുണ്ട്. എൻ്റെ ഭാരവുമായി ഞാൻ യേശുവിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ യേശു കർത്താവിന് പറയാനുള്ള ദൂത് ഇതാണ്: ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. പലപ്പോഴും ആശ്വാസം കിട്ടാതെ അകന്നു മാറുന്നതിൻ്റെ കാര്യം, അല്ലെങ്കിൽ ആശ്വാസം അകലെയായിട്ട് പോകുന്നതിൻ്റെ കാരണം ഞാൻ യേശുവിൽ നിന്ന് അകലെയാണ്. യേശു കർത്താവ് പറയുന്ന വാക്ക് ഒരിക്കൽ കൂടെ വായിച്ചോളൂ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നമുക്കറിയാമെങ്കിലും വചനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ഒന്ന് വ്യാപരിക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കളെ, ഏതെങ്കിലും ഭാരം നിങ്ങൾ ചുമക്കുന്നെങ്കിൽ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആഹ്വാനമാണ്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും യേശുവിൻ്റെ അടുക്കൽ വരുവീൻ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, മരുഭൂമിയിൽ ഞാൻ ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, മരുഭൂമിയുടെ യാത്ര അത്ര സുഖകരമായ യാത്രയൊന്നുമല്ല. സംഖ്യാപുസ്തകം 21 വായിക്കേണ്ട ആ ഭാഗത്ത് പറയുന്നുണ്ട്: വഴി നിമിത്തം മനസ്സ് ക്ഷീണിച്ചു. യാത്ര ക്ഷീണമുണ്ട്, നടന്നാൽ നീങ്ങത്തില്ല. അവരുടെ യാത്രയെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഏതോം പർവ്വതത്തെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു യാത്ര. ഒരു വശത്ത് ചെങ്കടലിൻ്റെ തീരത്തുകൂടെ ഏതോം പർവ്വതത്തെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ എത്ര നടന്നിട്ട് നീങ്ങുന്നില്ല. കാരണം കടൽ തീരത്തെ മണലിലൂടെ നടക്കുന്നത്. കടൽ തീരത്തോടെ നടന്നാൽ നമുക്കറിയാം, ഉറച്ച നിലത്തുകൂടെ യാത്ര ചെയ്യുന്ന പോലല്ല. ഉറച്ച നിലത്തുകൂടെ നടന്നാൽ നമുക്ക് വേഗത്തിൽ നടക്കാം. എന്നാൽ മണൽത്തരികളിലൂടെ നടന്നാൽ ക്ഷീണിക്കത്തേ ഉള്ളൂ, എത്ര നടന്നാലും നീങ്ങത്തില്ല. അവരുടെ യാത്രയെക്കുറിച്ച് പറയുകയാണ്: വഴി നിമിത്തം മനസ്സ് ക്ഷീണിച്ചു. ജീവിതയാത്രയിൽ എത്ര നടന്നിട്ടും, എത്ര അധ്വാനിച്ചിട്ടും, എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും, ഇനി എത്ര ഉപവസിച്ചിട്ടും, എത്ര ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടും എത്തേണ്ടിടത്ത് എത്താൻ കഴിയാതെ മനസ്സ് ക്ഷീണിക്കുവാണെങ്കിൽ ദൈവത്തിന് പറയാനുള്ളത്: നീ എൻ്റെ അടുക്ക വാ. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. വായിച്ചോളൂ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അങ്ങനെയെങ്കിൽ ഈ മരുഭൂമി യാത്രയിൽ പാർപ്പാൻ തക്ക പട്ടണം കണ്ടെത്താതെ, എൻ്റെ ജീവിതയാത്രയിൽ ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ ഞാൻ അലയുന്നെങ്കിൽ, ഞാൻ ഉഴലുന്നെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിന് പറയാനുള്ളത്: നീ കർത്താവിൻ്റെ അടുക്കലെത്താമോ? നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. യെസ്, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഓർക്കും ഇത് അവിശ്വാസികളോടുള്ള ദൂത, ദൈവത്തെ അറിയാത്തവരോടുള്ള ദൂത അല്ല. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറഞ്ഞോട്ടെ, ഇത് നമ്മളോടുള്ള ദൂത. ഭാരം ചുമക്കുന്നില്ലേ? ജീവിതത്തിൽ എന്തൊക്കെയോ ഭാരം ആരോടും പങ്കുവെക്കാൻ കഴിയാതെ ആ ഭാരവുമായി നടക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിന് പറയാനുള്ള ദൂത് ഞാൻ ആവർത്തിക്കുന്നു: നീ യേശുവിൻ്റെ അടുക്കൽ വരാമെങ്കിൽ നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. ഇന്ന് പകൽ പറ: എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അടുത്ത വാചകം കൂടെ വായിച്ചോളൂ. എൻ്റെ മുഖം മൃദുവും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ. അടുത്തൂടെ കർത്താവിൻ്റെ അടുക്ക് വരാമോ? ആശ്വാസമുണ്ട്. പാർപ്പാൻ തക്ക പട്ടണം ഞാൻ കാണുന്നില്ല, എനിക്കിവിടെ സ്വസ്ഥതയില്ല. എവിടെ ചെന്നാൽ ആശ്വാസം കിട്ടും? കർത്താവ് പറയാം: നീ എൻ്റെ അടുക്ക് വാ.
ആശ്വാസിൻ്റെ തുരുത്തുകൾ ഒന്നൊന്നായി ഇല്ലാതാകുമ്പോൾ ആ കർത്താവ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. പ്രതീക്ഷ വെച്ച പല കൊമ്പുകൾ ഒടിഞ്ഞു പോയാലും എൻ്റെ കർത്താവ് ഇന്നും ഉണ്ട്. ഇന്നും ജീവിക്കുന്നൊരു ദൈവമാണ് എൻ്റെ ദൈവമെങ്കിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, ആശ്വാസം കണ്ടെത്താൻ എൻ്റെ കർത്താവിൻ്റെ പാദപീഠം എനിക്കുണ്ട്. ഈ ആശ്വാസം കണ്ടെത്താൻ പാർപ്പിടമില്ലാതിരിക്കുമ്പോൾ, പാർക്കാൻ തക്ക പട്ടണമില്ലാതിരിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധി ചെല്ലുന്നവർക്ക് ആശ്വാസം കർത്താവ് കൊടുക്കും. ഇനിയും അടുത്തൊരു ചിന്തയോടെ പറഞ്ഞ വേഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ പാർപ്പാൻ തക്ക പട്ടണം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത വേണ്ട. ലൂക്കോസ് 15 വരാം, വായിക്കേണ്ട, ഞാൻ സംഭവം പറഞ്ഞു വിട്ടേക്കാം. ഒരപ്പന് 2 മക്കൾ. മൂത്തവൻ വീട്ടിൽ പാർക്കുന്നു. ഇളയവൻ അപ്പനോട് വസ്തുവിൽ എനിക്ക് വരേണ്ട വീതം തരിക. ഇവൻ വസ്തുവും മേടിച്ചുകൊണ്ട് പോയി, പണം മേടിച്ചുകൊണ്ട് പോയി. ഏറെ നാൾ കഴിയും മുമ്പ് അവൻ്റെ അതെല്ലാം തീർന്നു. ചരിത്രമൊക്കെ നമുക്കറിയാം. ഈ മോനോട് ചോദിച്ചേ, നീ എന്തിനാണ് വീട്ടിൽ വിട്ടുപോയെ? ആ കൊച്ചനോട് നിങ്ങൾക്ക് പേഴ്സണലി ഇൻ്റർവ്യൂ ചെയ്യാമെങ്കിൽ അവനെ ഇൻ്റർവ്യൂ ചെയ്ത് അവൻ പറയും, വീട്ടിനേക്കാൾ പറ്റിയൊരു പട്ടണം തപ്പിപ്പോയതാണ്. വീട്ടിൽ എനിക്ക് പാർക്കാൻ പറ്റിയ പട്ടണമല്ല. അപ്പൻ ഒത്തിരി സ്ട്രിക്റ്റാണ്. നിയമങ്ങളുണ്ട്, വീടിന് ഒത്തിരി നിയമങ്ങളുണ്ട്. കാരണം ചേട്ടൻ പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഒരാടിനെ പോലും എനിക്ക് എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ സ്വഭാവം ഏകദേശം മനസ്സിലായല്ലോ. കൂട്ടുകാരെ വിളിച്ചൊരു പാർട്ടി നടത്താമെന്ന് പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, ആ പരിപാടി ഇവിടെ അതല്ലേ. അവനങ്ങനെ പറഞ്ഞു, എനിക്കൊരാടിനെ പോലും. ഇവന് ആഗ്രഹമുണ്ട്, പക്ഷെ അപ്പം സമ്മതിക്കത്തില്ല. പിന്നെ അവൻ അല്പം ഒരു ശാന്തന. അപ്പനെ അല്പം കൂടെ ബഹുമാനവും പേടിയൊക്കെ ഉണ്ടായിരുന്നിട്ട് വീട്ടിൽ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞു. മറ്റവൻ ഇച്ചിരി തെറിച്ച് പോകുന്നവനാണ്. അവൻ അപ്പനെ ഒന്നും വലിയ വിഷയമല്ല. ഇനി ഞാൻ ആ മോനെ പഠിച്ചപ്പോൾ എനിക്കൊരു മാന്യം മനസ്സിലായി. ഇത്ര സ്ട്രിക്റ്റായിട്ട് അപ്പൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എൻ്റെ വീതം തരാൻ പറഞ്ഞവൻ അവൻ അത്ര മോശക്കാരനാണ്. മൂത്തവൻ പേടിച്ച് ഒതുങ്ങിപ്പോയി. പക്ഷേ ഇളയവൻ അപ്പനോട് പറഞ്ഞു, അപ്പാ കാര്യമൊക്കെ ശരിയാ, എനിക്കിവിടെ പറ്റത്തില്ല, വീതം തന്നേരും, ഞാൻ അടുത്ത കാര്യം നോക്കിക്കോളാം. ഇത്ര കഠിനമായ സ്ട്രിക്റ്റായിട്ട് അപ്പൻ്റെ അടുക്കൽ നിന്ന് വീതം പിടിച്ച് മേടിച്ചുകൊണ്ട് പോയവൻ മോശക്കാരനാണോ? പക്ഷേ അടുത്ത ഭാഗം നമ്മൾ വായിച്ചു വരുമ്പോൾ ഏറെ കഴിയും മുമ്പ് അവൻ സമ്പാദിച്ചതെല്ലാം പോയി. ഇനി ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഇവൻ വീട് വിട്ട് പോയത് എന്തിനാ? നമ്മുടെ ഈ ടോപ്പിക്കിലേക്ക് ഒന്ന് കയറി വന്ന് പെട്ടെന്ന് മുന്നോട്ട് പോകാം. പാർപ്പാൻ തക്ക പട്ടണം തപ്പി അവൻ പോയ. അവനുദ്ദേശിച്ച അത്രയേ ഉള്ളൂ, എനിക്ക് ഈ വീടിനേക്കാൾ കംഫർട്ടബിൾ പുറത്താണ്. പൈസ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ എന്നാ വേണം? അതാ അവൻ ചിന്തിച്ചത്. അപ്പൻ്റെ വീതം എനിക്ക് കിട്ടി, ഇതും കൊണ്ടുപോയാൽ പാർപ്പാൻ തക്ക പട്ടണം, എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം എന്ന് കരുതി പോയവന് കുറെ കഴിഞ്ഞപ്പം മനസ്സിലായി, ഇതൊന്നും പാർക്കാൻ പറ്റിയ പട്ടണമല്ല. പാർക്കാൻ പറ്റിയ പട്ടണം എൻ്റെ അപ്പൻ്റെ വീട് തന്നെയാണ്. യെസ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവമക്കളെ, ആത്മാവിലൊരു ദൂത് ഞാൻ പറഞ്ഞ് വേഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ നിന്നകന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പറഞ്ഞ് മാതാപിതാക്കളുടെ കർശന നിയന്ത്രണത്തിന് പുറത്തു ചാടി ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് വിട്ടകന്ന് എനിക്ക് അല്പം കൂടെ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് കരുതി ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ, ഈ അല്പം കൂടെ ഫ്രീഡം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ, ഒരു കാര്യം മറക്കരുത്, പാർപ്പാൻ തക്ക പട്ടണം അപ്പൻ്റെ വീട് തന്നെയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മകനോട് സാക്ഷ്യം പറഞ്ഞാൽ അവൻ പറയും, ഞാൻ ഓർത്ത് പുറത്ത് നല്ല പട്ടണമുണ്ട്, പുറത്ത് സൗകര്യങ്ങളുണ്ടെന്ന് ഓർത്തു പോയെങ്കിലും ഒടുവിൽ എനിക്ക് മനസ്സിലായി, ഇല്ല, ഏറ്റവും ബെസ്റ്റ് അപ്പൻ്റെ വീടാണ്. ചില നിയന്ത്രണങ്ങളുണ്ടെങ്കിലും, ചില ചുറ്റവട്ടങ്ങളുണ്ടെങ്കിലും, ചില അടിച്ചമർത്തലുകളുണ്ടെങ്കിലും പാർക്കാൻ പറ്റിയത് അപ്പൻ്റെ വീടാ. ഇന്ന് പകൽ ദൈവമക്കളെ, ആത്മാവിൽ അതൂത് ആവർത്തിച്ച് പറഞ്ഞോട്ടെ, നിനക്ക് പാർക്കാൻ പറ്റിയ പട്ടണം ദൈവസന്നിധി തന്നെയാണ്. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് ഇറങ്ങിപ്പോയാൽ, ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങിപ്പോയാൽ തൽക്കാലത്തേക്കൊരു നേട്ടം കിട്ടിയെന്ന് വരാം, തൽക്കാലത്തേക്ക് അത് നല്ലതെന്ന് തോന്നിയേക്കാം. പക്ഷെങ്കിൽ മറക്കരുത്, നീ മടങ്ങി വന്നെങ്കിൽ മാത്രമേ നിനക്കൊരു സ്വസ്ഥതയുള്ളൂ. യേശുവിൻ്റെ അടുക്കൽ മാത്രമേ എനിക്ക് ആശ്വാസമുള്ളൂ. കൃപ, ദൈവകൃപ. ജീവിതയാത്രയിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒന്നരുടെ കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. ഈ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തെന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ദൈവം എന്നെ ബോധ്യപ്പെടുത്തും. ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. പ്രവാചകന്മാർ വേണ്ടെന്നല്ല, ഒരുപക്ഷെ അവരിലൂടെ ചിലപ്പോൾ ദൈവം ദൂത് തരും. എന്നാൽ അവരെ എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. പരിശുദ്ധാത്മാവിൽ എന്നും കൂടില്ലേ?
24 മണിക്കൂറും എൻ്റെ കൂടെ വസിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധമാവുണ്ടെങ്കിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ദൈവം എന്നോട് പറയും. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളോട് പറയുന്നതൊന്ന് തിരിച്ചറിയാമെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അടുത്തൊരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പാർപ്പാൻ തക്ക പട്ടണം കണ്ടെത്താൻ കഴിയാതെ ഈ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വലഞ്ഞതിൻ്റെ കാരണം ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒത്തിരി ഭാഗമായിട്ട് തിരിച്ചു പഠിച്ചാൽ നമുക്കൊത്തിരി ആത്മീയ സത്യങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് കഴിവതും ശാന്തമായി പറയാവുന്നത് മനസ്സിലാക്കി തന്നെ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓടിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം അനുവദിച്ച് അടുത്ത ആഴ്ച ബാക്കി ഭാഗത്തേക്ക് കയറി വരാം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലേക്ക് കടന്നുപോയ ചരിത്രം നമുക്കറിയാം. അബ്രഹാമിൻ്റെ കാലം തൊട്ട് ഇവർ മിസ്രൈമിലേക്ക് പോകുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രാരംഭം 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് അബ്രഹാം മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. ചരിത്രമൊക്കെ അറിയാം, വായിക്കേണ്ട, വേഗത്തിൽ ഞാനങ്ങ് പറഞ്ഞു വിടാം. അബദ്ധം പറ്റി അബ്രഹാം മടങ്ങിയെത്തി. മകൻ ഇസഹാക്ക് ക്ഷാമം ഉണ്ടായപ്പം പോകാൻ തുടങ്ങി. ദൈവം പറഞ്ഞു പോകണ്ട. ഇസഹാക്ക് അതനുസരിച്ചു. ആ ക്ഷാമകാലത്ത്, ക്ഷാമദേശത്ത് ഇസഹാക്കിന് 100 മേനി നൽകിയ ദൈവം മാനിച്ചു. യാക്കോബിൻ്റെ കാലത്തും ക്ഷാമം ഉണ്ടായി. ആ ക്ഷാമത്തിൽ ദൈവം അനുവദിച്ചു പൊക്കോളാൻ. ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. ജോസഫിനെ ഇവർക്ക് മുമ്പേ വിറ്റു. അയച്ചു. ജോസഫ് ഇപ്പം മിസ്രൈമിലെത്തി. ദൈവം അനുവദിച്ചാണ് യാക്കോബും കുടുംബവും മിസ്രൈമിലേക്ക് പോയത്. ആ ചരിത്രം മറക്കരുത്. അബ്രഹാം ദൈവത്തിൻ്റെ ആലോചനയില്ലാതെ പോയി, അബദ്ധനായി മടങ്ങിയെത്തി. ഇസഹാക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ദൈവം വിലക്കിയതനുസരിച്ചതുകൊണ്ട് ഇസഹാക്കിന് ആ ദേശത്ത് തന്നെ അനുഗ്രഹം കിട്ടി. എന്നാൽ യാക്കോബ് ദൈവം അനുവദിച്ചിട്ട് കടന്നുപോയി. ഇവർ കടന്നുപോയവർ എത്ര കാലം അവിടെ പാർക്കണമായിരുന്നു? ക്ഷാമം തീരുന്നവരെ പാർക്കണം. ദൈവത്തിൻ്റെ പദ്ധതി അതായിരുന്നു. ഇവരെ ദൈവം വിട്ടത് നമുക്കറിയാമല്ലോ. ദേശത്ത് ക്ഷാമമായി. മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് കേട്ടു. യാക്കോബ് മക്കളോട് പറഞ്ഞു പോയി ധാന്യം കൈക്കൊള്ളുക. 10 പിള്ളേർ അങ്ങോട്ട് പോയി. അവർ ധാന്യം കൊണ്ടുവന്നു. വീണ്ടും കൊണ്ടുവരാൻ ചെന്നപ്പം പറഞ്ഞു ഇളയവനെ കൂടെ കൊണ്ടുവരണം. ഈ പോക്ക് നമുക്കറിയാമല്ലോ. ബെന്യാമിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നു. 11 മക്കൾ ഒന്നിച്ച് അവിടെ പോകുന്നു. ഈ യാത്രയിൽ ഇവരവിടെ ചെന്നു. നിങ്ങൾ വാക്യങ്ങളൊക്കെ പിന്നീട് വായിച്ചാൽ മതി. വാക്യം വായിച്ചാൽ ഇപ്പോൾ ഒത്തിരി സമയം പോകും. ഞാൻ വേഗം പറഞ്ഞു വിടാം. ജോസഫ് തന്നെത്താൻ വെളിപ്പെടുത്തി, ഞാൻ ജോസഫാ. അപ്പോൾ ജോസഫ് ഇവരോടൊരു കാര്യം പറയുന്നുണ്ട്. ദേശത്ത് ക്ഷാമമായിട്ട് ഇപ്പോൾ 2 വർഷമായി. കുഞ്ഞുങ്ങളൊക്കെ അറിയാമെന്ന് കരുതുന്നു. ശ്രദ്ധിച്ചിരുന്നു. കുറേ കണക്ക് വരാൻ പോവാം. കണക്ക് ക്ലാസ്സിലൊക്കെ ഒത്തിരി ശ്രദ്ധിച്ചിരുന്നോണം. ചോദ്യം വരും. ക്ഷാമം എത്ര വർഷമായിരുന്നു? മിസ്രൈമിലെ ക്ഷാമം. ഫറവോൻ്റെ സ്വപ്നം എത്ര? 7 വർഷം. ജോസഫ് പറഞ്ഞു ക്ഷാമമായിട്ട് ഇപ്പോൾ 2 വർഷം. ഇനി എത്ര വർഷം കൂടെ ക്ഷാമമുണ്ട്? അപ്പോൾ ഇവരെത്ര വർഷത്തേക്കായിരുന്നു പോകേണ്ടത്? ക്ഷാമം കഴിഞ്ഞപ്പോൾ എന്തോ ചെയ്യണമായിരുന്നു? തിരിച്ചു പോകണം. പക്ഷെ ഇവർ പോയോ? ഇല്ല. ഇവർ ധരിച്ചതെന്തോന്ന് പറയാം? പാർപ്പാൻ തക്ക പട്ടണമായത്. നിങ്ങളൊരു വാക്യം ഒന്നെടുക്കാമോ? ഉൽപ്പത്തി പുസ്തകം ഒന്നെടുത്തേ. 50-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. അതിൽ ഒരു വാക്യം ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ലാസ്റ്റ് വേഴ്സ് 26. മതി. ജോസഫ് 110 വയസ്സുള്ളവനായി. അവരുടെ പിതാക്കന്മാരുടെ ആയുസ് വെച്ച് നോക്കുമ്പം ജോസഫിൻ്റെ മരണം 110-ാം വയസ്സിലാണ്. ഞാൻ ചരിത്രം വേഗത്തിലൊന്ന് പറയാൻ ശ്രദ്ധിച്ചാൽ മതി. അബ്രഹാം മരിച്ചത് 175-ാമത്തെ വയസ്സിലാണ്. ഇസഹാക്ക് മരിച്ചത് 180-ാം വയസ്സിലാണ്. യാക്കോബ് മരിച്ചത് 147-ാം വയസ്സിലാണ്. അപ്പം ജോസഫ് മരിച്ചത് അവരുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഏർലി ഡെത്താണ്. ഇനിയും ഇവരുടെ അപ്പൻ, വല്യപ്പൻ, നമ്മുടെ ചരിത്രത്തിൽ അത് അധികം വരുന്നില്ലെങ്കിൽ തേരഹിനെക്കുറിച്ച് പറയുന്നുണ്ട്, 205 വയസ്സുണ്ടായിരുന്നു. പിന്നെ ജോസഫ് മാത്രമല്ല 110-ാം വയസ്സിൽ മരിച്ചത്. എന്തെങ്കിലും ചിന്ത വരുന്നുണ്ടോ? അബ്രഹാമിൻ്റെ ആയുസ് കൊടുക്കത്തില്ലേ? ഇസഹാക്കിൻ്റെ ആയുസ് കൊടുക്കത്തില്ലായിരുന്നോ? യാക്കോബിൻ്റെ ആയുസ് കൊടുക്കത്തില്ലായിരുന്നോ? ഇവരെക്കാളൊക്കെ ഒരു ഭാഗത്ത് പറഞ്ഞാൽ ഒത്തിരി സഹോദരങ്ങൾക്കൊക്കെ ഉപകാരം ചെയ്തത് ആരാ? ജോസഫാ.
ഇസ്രായേൽ മക്കളെ മുഴുവൻ പോറ്റി പുലർത്തിയത് യോസേഫാ. പിന്നെന്തിനാ യോസേഫ് 110 വയസ്സിൽ മരിച്ചത്? ഞാൻ വേഗത്തിൽ പറയാം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലേക്ക് പോയത് ക്ഷാമത്തിൻ്റെ 2-ാം വർഷം. വളരെ വ്യക്തമായിട്ട് ജോസഫ് പറഞ്ഞു, ഇനി 5 വർഷം കൂടെ ക്ഷാമമുണ്ട്. ഈ 5 വർഷം നിങ്ങൾക്കിവിടെ പാർക്കാം. ഈ 5-ാം വർഷം ക്ഷാമം തീർന്നപ്പോൾ കനാനിൽ ആഹാരമുണ്ട്, കനാനിൽ ഭക്ഷ്യമായി. ദേശത്ത് മുഴുവൻ ആ ക്ഷാമത്തിൻ്റെ കെടുതി മാറി വിത്ത് വിതയ്ക്കാൻ തുടങ്ങി. ആഹാര സാധനങ്ങൾ ദേശത്ത് വിളയാൻ തുടങ്ങിയപ്പോൾ ഇവർ ഒരു കാര്യം പറയണമായിരുന്നു, നമുക്കെവിടെ പോകാം? നമ്മുടെ വീട്ടിൽ പോകാം. ഇപ്പോൾ ഇവർ പാർക്കുന്ന എവിടെ? ഇസ്രായേലിനെക്കുറിച്ച് 1-2 വാക്ക് ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ. ആരാധനയുണ്ടോ അവിടെ? അവിടെ ആരാധിക്കുന്നത് ആരെയാ? അവരുടെ ദൈവങ്ങളെയാണ്. ബാധ നമുക്കറിയാമല്ലോ, 10 ബാധ. അതേക്കുറിച്ച് ചില കമൻറ്റേറ്റേഴ്സ് പറഞ്ഞേക്കുന്ന വാക്ക് 10 ദൈവങ്ങളെന്നാണ്. 10 ദൈവങ്ങളുടെ മേലായിരുന്നു ദൈവം ബാധ അയച്ചത്. നൈൽ അവരുടെ ഒരു ദൈവമാണ്. നൈൽ നദി, അതിനെ ദൈവമായിട്ട് അവർ കണ്ടത്. ആ ദൈവത്തിന് ശക്തിയില്ലെന്ന് വെള്ളം രക്തമാക്കിക്കൊണ്ട് തെളിയിച്ചു. തവള അവരുടെ ഒരു ദൈവമാണ്. ആ പറയപ്പെട്ട ഓരോന്നും അവരുടെ ദൈവങ്ങളാണ്. ഈ ദൈവങ്ങൾക്കെതിരെയാണ് ദൈവത്തിൻ്റെ ന്യായവിധി വന്നതെങ്കിൽ ഈ ജനം ഇപ്പോൾ ആരാധനയില്ലാത്ത നാട്ടിലാണ്. പക്ഷെ ഒരുപക്ഷെ പറയുമായിരിക്കും, അവരിരുന്ന് പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ അല്പം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഈ മിസ്രൈമിലെത്തിയ ഈ കനാന്യർ, ജോസേഫിൻ്റെ സഹോദരന്മാർ, എത്രമാത്രം ആരാധനയുണ്ടെന്ന് നമ്മുടെ ഭാവനയെ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ക്ഷാമകാലത്ത് ആരാധനയുണ്ട്, ബുദ്ധിമുട്ടുള്ളപ്പോൾ ആരാധനയുണ്ട്. ഇപ്പോൾ അവർക്ക് എന്തോ കുഴപ്പം? അവർക്കൊരു പ്രശ്നവുമില്ല. ദേശത്തെ ഏറ്റവും ഫെർട്ടൈൽ ലാൻഡ്, ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് ഗോശൻ ദേശം. ജോസഫ് പ്രധാനമന്ത്രി ആയതുകൊണ്ട് സഹോദരന്മാർക്ക് വേണ്ടി ആ ദേശം കൽപ്പിച്ചു കൊടുത്തു. VIPs താമസിക്കുന്ന ഏറിയ പ്രൊട്ടക്ഷനുണ്ട്. ഫറവോൻ പറഞ്ഞു, ജോസഫിൻ്റെ സഹോദരന്മാരാണ് പാർക്കുന്നത്, പോലീസ് പ്രൊട്ടക്ഷൻ. അവർക്ക് അവിടെ ഒന്നിനും കുറവില്ല. നാട്ടിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ ആരെങ്കിലും വന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ പറയും, അറിയാമോ, ജോസഫിൻ്റെ സഹോദരങ്ങളാ, ജോസഫിൻ്റെ ആൾക്കാരാ. അവർ പറയും, വിട്ടേരടാ, മന്ത്രിയുടെ ആളാ, നമ്മൾ കയറി ഇടപെടണ്ട. ഇവർക്കിപ്പോൾ അവിടെ സർവ്വസ്വാതന്ത്ര്യത്തോട് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടെ കഴിയുമ്പോൾ, വീണ്ടും ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ തന്നെ, നിങ്ങൾ ഓരോരുത്തരും വിധിയിരുത്തിയാൽ മതി. എല്ലാ സൗകര്യങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം അനുഭവിച്ച് ഭൂമിയിൽ കഴിയുമ്പോൾ എത്രയുണ്ട് ആരാധന, എത്രയുണ്ട് പ്രാർത്ഥന? യെസ്, ഹല്ലേലൂയ. കനാനിലെ ആരാധന അവിടെ കാണുമോ എനിക്കറിഞ്ഞുകൂടാ. വേദപുസ്തകം അത് പറയുന്നില്ലെങ്കിലും നമുക്ക് ന്യായമായി ചിന്തിക്കാം. കനാനിൽ അവർക്ക് ആരാധനയുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഒന്നിനും കുറവില്ല. ആരും എന്നോട് ചോദിക്കാനില്ല. എനിക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട്. സർക്കാരിൽ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ജോസഫ് പ്രധാനമന്ത്രി ആയതുകൊണ്ട് എനിക്ക് നല്ല ജോലി, ആനുകൂല്യങ്ങൾ, എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഒരുക്കിയെടുത്ത് ആരാധനയില്ലാതെ കടന്നു പോകുന്നൊരു കാലഘട്ടം. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ജോസഫ് എത്ര കാലം പ്രധാനമന്ത്രി കസേരയിലിരുന്നു? കണക്കാ. 30-ാമത്തെ വയസ്സിൽ മന്ത്രിയായി, 110-ാമത്തെ വയസ്സിൽ മരിച്ചു. എത്ര വർഷം ഉണ്ടായിരുന്നു? എത്ര ഉണ്ടോ? എഴുതി കൂട്ടണോ? ആർക്കെങ്കിലും പറയാം. കുഞ്ഞുങ്ങൾക്ക് എഴുതി കൂട്ടാതെ ആർക്കെങ്കിലും, അവർക്ക് കാൽക്കുലേറ്ററൊക്കെ വേണം. 80 വയസ്സ്. 80 വർഷം ജോസഫ് അവിടെ മന്ത്രിയായിരുന്നു. ഇനി അടുത്ത കണക്ക്, ഇവർ ചെന്നിട്ടിപ്പോൾ എത്ര വർഷമായി? മാസ്റ്ററെ, ഞങ്ങൾ കണക്ക് പഠിക്കാനല്ല ഇവിടെ വന്ന്. ചില കണക്ക് പറയുന്നത് കാര്യമൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയല്ല, നിങ്ങളെ കണക്ക് പഠിപ്പിക്കാനല്ല ഞാൻ നിൽക്കുന്നത്. യെസ്, 78 വർഷമായിട്ട് ഇപ്പോൾ ഇവരെവിടെ ഉണ്ട്? ഇസ്രായേലിലുണ്ട്, ഈജിപ്തിലുണ്ട്. 78 വർഷമായിട്ട് ഇവർ പാർക്കാൻ ദൈവം ആഗ്രഹിച്ചില്ല. ദൈവം ആഗ്രഹിച്ച അത്രയേ ഉള്ളൂ, 5 വർഷം പാർക്കാനേ ആഗ്രഹിച്ചുള്ളൂ. 5-ാം വർഷം ഇവരെന്ത് ചെയ്യണമായിരുന്നു? തിരിച്ചു പോകണമായിരുന്നു, ഇവരുടെ നാട്ടിൽ പോകണം. ഇനി ഞാൻ നമ്മുടെ പോയിന്റിലേക്ക് കയറി വരട്ടെ. ഇവരിപ്പോൾ എന്തോ ചെയ്യുക? മിസ്രൈമിൽ പാർക്കാൻ തക്ക പട്ടണം ഉണ്ടാക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? മിസ്രൈമിൽ പാർക്കാൻ തക്ക പട്ടണം ഉണ്ടാക്കുന്ന ജോലിയാണ് ഇപ്പം ജോസഫിൻ്റെ സഹോദരന്മാർക്ക്.
അവർ വർദ്ധിച്ച് ഏതാണ്ട് നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ 70 പേരായി ചെന്നവർ 6 ലക്ഷത്തിൽ ചില്ലുവാനമായി വർദ്ധിച്ചപ്പോൾ ഇവർക്കിപ്പോൾ ഒരൊറ്റ ആഗ്രഹം, ഇവിടെ ഒരു പട്ടണം ഉണ്ടാക്കണം, ഇവിടെ സെറ്റിൽ ചെയ്യണം. കാരണം ജോസഫ് ഇവിടെ ഉള്ള കാലത്തോളം നമുക്ക് പ്രശ്നമില്ല, നമ്മളെ നോക്കാൻ ആരും ചോദിക്കാനില്ല, ആരും പറവാനില്ല. ആരെങ്കിലും നമുക്കെതിരെ വന്നാൽ ജോസഫിൻ്റെ പേര് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് പട്ടണമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇതല്ല ഇവർക്ക് വേണ്ടിയുള്ള പട്ടണം, ഇവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയത് മറ്റൊരു പട്ടണമാണ്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവമക്കളെ ആത്മാവിൽ ഈ ദൂതൊന്ന് തിരിച്ചറിഞ്ഞോണം. ഇവിടെ ഞാൻ സെറ്റിൽഡ് ആകാൻ നോക്കരുത്. ഇവിടെ വീട് വേണ്ടാന്നോ, വസ്തു വേണ്ടാന്നോ, ജോലി വേണ്ടാന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്, പക്ഷെങ്കിൽ ഇത് താൽക്കാലികമാ. എനിക്ക് പാർക്കാൻ എൻ്റെ പട്ടണം എൻ്റെ കർത്താവ് ഒരുക്കുമ്പോൾ ആ പട്ടണത്തിന് വേണ്ടി ഒരു വാഞ്ചയില്ലാതെ ഇവിടെ ഞാൻ പട്ടണം ഉണ്ടാക്കാൻ നോക്കിയാൽ, ഇവിടെ ഞാൻ എന്തൊക്കെയോ ആകാൻ നോക്കിയാൽ എന്നെ ദൈവത്തിന് അവിടെ നിർത്താൻ കഴിയത്തില്ല. ദൈവം എന്നെ അവിടുന്ന് പറിച്ചു മാറ്റും. യെസ്, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കാം. പിതാക്കന്മാരുടെ ആയുസ് ജോസഫിന് കിട്ടാഞ്ഞതിൻ്റെ കാരണം, വേദപുസ്തകം പഠിച്ചപ്പോൾ ദൈവം എനിക്ക് മനസ്സിലാക്കിയൊരു സത്യം, ഇവർ മടങ്ങിപ്പോണം. പുറപ്പാട് പുസ്തകം നിർത്തേ 1-ാം അധ്യായത്തിൽ 1-ൽ വാക്യമുണ്ടല്ലോ, യോസേഫിനെ അറിയാത്ത റെഫറൻസ് ഒന്ന് പറഞ്ഞുതരാം. വാക്യത്തിൻ്റെ 8-ാം വാക്യം വായിച്ചോളൂ. 1-ന്റെ 8. ആ 11-ാം വാക്യം കൂടെ വായിച്ചു. അങ്ങനെ മതി ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ജോസഫ് 110-ാം വയസ്സിൽ മരിച്ചു. ജോസഫ് ഉണ്ടായിരുന്ന കാലത്തെ ഫറവോനും മരിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് ജോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് വന്നു. ഈ രാജാവിന് ജോസഫിനെ അറിയത്തില്ല, ഈ ഒരു ഗ്രൂപ്പിനെ അറിയാം. ഇവിടെ പട്ടണം ഉണ്ടാക്കാൻ പോകുന്ന ഗ്രൂപ്പിനെ അറിയാം. ദിവസം നമ്മൾ മനസ്സിരുത്തി പഠിക്കണം. ഇവരിപ്പോൾ അവിടുത്തെ ടോപ്പ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞു. ജനസംഖ്യയിൽ ഇവർ വർദ്ധിച്ചു. ഇവർ പട്ടണം ഉണ്ടാക്കാൻ നോക്കുക. രാജാവിന് മനസ്സിലായി ഇവരിവിടെ പട്ടണം ഉണ്ടാക്കും. ഇവർ ഈ ജനസംഖ്യയിൽ ഇവർ കൂടുതലാണ്. നാളെ ഒരു വിഷയം ഉണ്ടായാലും യുവമാരെല്ലാം കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ ഫറവോന് മനസ്സിലായി എൻ്റെ സിംഹാസനം തെറിക്കും. ഇവരെ വേലയ്ക്ക് വേണ്ടി കഠിനമായി ഇവരെ ഉപദ്രവിക്കാൻ ആരംഭിച്ചത് അപ്പോഴാണ്. ദൈവമക്കളെ ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, ഇവരെവിടുത്തുകാരാ? കനാനിൽ നിന്ന് വന്നവരാ. എങ്ങോട്ട് പോകേണ്ടവരാ? കനാനി പോകേണ്ടവൻ മിസ്രൈമിൽ പോയി എന്ത് ചെയ്യാൻ പാടില്ല? പട്ടണം ഉണ്ടാക്കാൻ പോകരുത്. പട്ടണം ഉണ്ടാക്കാനുള്ള കുഴപ്പം ഫറവോൻ അടങ്ങിയിരിക്കത്തില്ല. ഈ ബോധ്യം ദൈവമക്കളെ നമുക്കുണ്ടാകണം. നമ്മൾ ഇവിടുത്തുകാരല്ല. ദൈവമക്കളെ ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, ഈ ഭൗതിക ലോകത്ത് എൻ്റെ വളർച്ചയോ എൻ്റെ ഉയർച്ചയോ എൻ്റെ നമ്പറോ കാണിക്കാനല്ല ദൈവം എന്നെ വിളിച്ചത്. ഇവിടെ പാർക്കാൻ തക്ക പട്ടണം എനിക്കില്ല. ഇവിടെ ഒരു പട്ടണം ഉണ്ടാക്കാനല്ല ദൈവം എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചത് നിത്യതയിലെത്താനാ. ഓ ഹല്ലേലൂയ. പാർക്കാൻ തക്ക പട്ടണത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നൊരു ദൈവമുണ്ട്. എനിക്ക് അവിടെ പാർത്താൽ മതി. ഇവിടെ എനിക്ക് സെറ്റിൽഡ് ആകണ്ട. ഇവിടെ ഞാൻ തൽക്കാലത്തേക്ക് ഉള്ളെന്നുള്ള ബോധ്യം എനിക്കുണ്ടോ, ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ വേഗത്തിൽ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞ പിതാക്കന്മാരുടെ ആയുസ്സോളം എത്താതെ യോസേഫ് പോയതിൻ്റെ കാരണം ദൈവത്തിന് മനസ്സിലായി ഇവരെ മടക്കി കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ അവരവിടെ പട്ടണമുണ്ടാക്കും, അവരവിടെ സെറ്റിൽഡ് ആകും, അവർ കനാനെ മറക്കും, ആരാധന മറക്കും, ആത്മീയത ഇല്ലാതാകും. അവരുടെ അടുത്ത തലമുറ പോലും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമെന്ന് മനസ്സിലാക്കിയ യഹോവയായ ദൈവം ഒരു കാര്യം തീരുമാനിച്ചു. ജോസഫേ, നീ ഇനി നിൽക്കണ്ട, നീ അങ്ങ് പൊക്കോ, നീ എൻ്റെ അടുക്കലേക്ക് പോര്. നീ പോന്നെങ്കിൽ ഇവർ മടങ്ങി വരത്തുള്ളൂ. യെസ്, ഹല്ലേലൂയ. മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവാത്മാവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളത് പങ്കുവെച്ചാൽ നമുക്കത് അനുഗ്രഹമായിരിക്കും. ജോസഫിനെ 110-ാം വയസ്സിൽ ഭൂമിയിൽ നിന്ന് മാറ്റിയതിൻ്റെ കാരണം ഇവരവിടം വിട്ടു പോകണം. ജോസഫിനെ അറിയാത്ത മറ്റൊരു രാജാവ് വരണം. ഇവർ പീഡിപ്പിക്കപ്പെടണം, ഇവർ കഷ്ടത അനുഭവിക്കണം. ഒരു കാര്യം കൂടെ ഞാൻ അവസാനിപ്പിച്ചോട്ടെ. 5-ാം വർഷം പോയിരുന്നെങ്കിൽ, അടിമത്തം എത്ര വർഷം ഉണ്ടായിരുന്നു?
430. ഈ 430 വർഷം ഇവരെന്തോ ചെയ്യുക? കഷ്ടം അനുഭവിക്കുക. 78 വർഷം സുഖലോലുപതയിൽ കഴിഞ്ഞു യോസേഫിൻ്റെ കെയർ ഓഫിൽ. തുടർന്ന് ഇവരെ അടിമകളാക്കിയപ്പോൾ 430 വർഷം അടിമത്തത്തിൽ കഴിയുക. എൻ്റെ വാക്ക് അവസാനിപ്പിക്കും മുമ്പ് ആ മുന്നറിയിപ്പോടൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ പട്ടണമുണ്ടാക്കാൻ നോക്കിയാൽ, ഇവിടെ ഞാൻ എന്തൊക്കെയോ ആണെന്ന് തോന്നിയാൽ, ദൈവം പലതും നമുക്ക് തരും, സന്തോഷത്തോടെ അനുഭവിച്ചോണം. ഇതിനൊന്നും ഞാൻ എതിരല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം കിട്ടണം, ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നതാണ്. നന്നായിട്ട് പഠിപ്പിക്കണം, എത്രയും പഠിപ്പിക്കാം അത്രയും പഠിപ്പിച്ചോണം. എത്രയും ഉന്നതമായ ജോലി കയറാമോ കയറിക്കോ. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതൊക്കെ നിങ്ങൾ തൽക്കാലത്തേക്ക് ദൈവം തരുന്നത് അനുഭവിച്ചോ സന്തോഷത്തോടെ. പക്ഷെങ്കിൽ ഇവിടം കൊണ്ട് അവസാനിക്കല്ലേ. ഞാൻ വീണ്ടും പറയുന്നു, സെറ്റിൽഡ് ആകരുത്. അബ്രഹാം പാർത്തിടത്തൊക്കെ കൂടാരത്തിൽ പാർത്തപ്പോൾ ചെയ്ത കാര്യം കുറ്റി ഊരിക്കൊണ്ട് പോകാവുന്ന പരുവത്തിലാണ് അബ്രഹാം പാർത്തത്. യെസ്, ഹല്ലേലൂയ. ലോത്ത് പാർത്ത വീടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു നാട്ടുകാർ മുഴുവനും കൂടെ വന്ന് തെള്ളിയിട്ട് തുറക്കാൻ വയ്യാത്ത കഥകായിരുന്നു. പക്ഷെ അബ്രഹാമിൻ്റെ വീടോ, അത് കൂടാരമാണ്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാ. പാർക്കാൻ തക്ക പട്ടണം എനിക്ക് നിത്യതയാണ്. ഇവിടം പാർക്കാൻ തക്ക പട്ടണമല്ല, ഇവിടെ തൽക്കാലത്തേക്ക് ഞാൻ പാർക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറയണം, എനിക്കിതിനപ്പുറം ഒന്നുണ്ട്. യെസ്, ഹല്ലേലൂയ. ആ നാടിന് വേണ്ടി ഞാൻ ഒരുങ്ങുക കർത്താവേ. ആ യാത്രയിൽ എനിക്ക് വേണ്ടതൊക്കെ തരുന്നുണ്ട്. എനിക്ക് മന്ന കിട്ടുന്നുണ്ട്, എനിക്ക് കാടപ്പക്ഷിയെ കിട്ടുന്നുണ്ട്, എനിക്ക് മേഘസ്തംഭമുണ്ട്, തീക്കൽ പാറയിൽ നിന്നുള്ള വെള്ളമുണ്ട്, എനിക്ക് വേണ്ടതൊക്കെ ഉണ്ട് കർത്താവേ. പക്ഷെങ്കിൽ ഇവിടം കൊണ്ട് അവസാനിക്കാതെ എന്നെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി പാർപ്പാൻ തക്ക പട്ടണത്തിൽ കൊണ്ടെത്തിക്കണമേ. ഇന്ന് പകൽ എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? യെസ്, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കട്ടെ. 7-ാം വാക്യം ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച ആ ഭാഗത്തേക്ക് കയറി വരാം. പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ചൊവ്വയുള്ള വഴിയിൽ, ഏതാണ് ഈ ചൊവ്വയുള്ള വഴി? ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ആ ഭാഗത്തേക്ക് ഇറങ്ങി വരാം. ഒരു നിമിഷം കണ്ണുകളൊന്ന് അടച്ചാണ്ട് എല്ലാ പ്രിയപ്പെട്ട ദൈവം കൽപ്പിച്ചുകൊണ്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാണ്ട്, ഈ മരുഭൂമിയിൽ ഉഴന്ന് നടക്കുമ്പോഴും എനിക്ക് പാർക്കാൻ തക്ക ഒരു പട്ടണമില്ല. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ദൈവത്തോടൊന്ന് പറയാം, കർത്താവേ, എനിക്കിവിടെ പാർക്കാൻ തക്ക പട്ടണമില്ല. ജോസഫിൻ്റെ സഹോദരന്മാർ ക്ഷാമകാലത്തേക്ക് ഇറങ്ങിപ്പോകാൻ ദൈവം അനുവദിച്ചപ്പോൾ, ക്ഷാമം തീർന്നിട്ടും അവിടെ പാർത്തതിൻ്റെ കെടുതിയാണ് തുടർന്നുള്ള 430 വർഷം അവരനുഭവിച്ചത്. ഇന്ന് പകൽ ദൈവമക്കളെ, ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി, ലോകത്തിൽ പാർക്കുമ്പോൾ നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയേ മതിയാവുകയുള്ളൂ. പൗലോസ് അപ്പോസ്തലനെക്കുറിച്ച് പറയുന്നുണ്ട്, അവിശ്വാസികളുമായി നമുക്ക് പല കാര്യത്തിലും ഇടപെടേണ്ടി വരും. നമ്മൾ പാർക്കുന്നത് ഈ ലോകത്താണ്. നമ്മൾ സാധനം വാങ്ങുന്ന കടകളെല്ലാം വിശ്വാസികളുടെ ആകണമെന്നില്ല. യാത്ര ചെയ്യുന്ന വാഹനങ്ങളെല്ലാം വിശ്വാസികളുടെ ആകണമെന്നില്ല. ഇവിടുത്തെ പലതിലേക്കും നമ്മൾ ഇറങ്ങിപ്പോകേണ്ടി വരും. പക്ഷെങ്കിൽ ഇവിടെ എൻ്റെ ജീവിതം സെറ്റിൽഡ് ആകാൻ ഞാൻ അനുവദിക്കരുത്. പാർപ്പാൻ തക്ക പട്ടണം എനിക്കിവിടെ വേണ്ട. എനിക്ക് പാർക്കാൻ തക്ക പട്ടണം നിത്യതയാണ്. ഇസ്രായേൽ മക്കൾക്ക് ആ ബോധ്യം നഷ്ടപ്പെട്ട് 78 വർഷം അവിടെ പാർത്തതിൻ്റെ തിക്തഫലം 430 വർഷം അവരുടെ തലമുറകൾ അനുഭവിക്കേണ്ടി വന്നു. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങൾക്കങ്ങനെ ഉണ്ടാകരുത്. ഈ ലോകം ഞങ്ങളെ അടിമയാക്കരുത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ലോകത്തിൽ നിന്ന് ഇറങ്ങുന്നതിനൊരു പരിധിയുണ്ട്. നീ മടങ്ങിക്കോണം. ഇവിടെ സെറ്റിൽഡ് ആകാൻ നോക്കിയാൽ നീ സെറ്റിൽഡ് ആകത്തില്ല. പകരം ലോകം നിന്നെ അടിമയാക്കും. അടിമത്തത്തിൽ കടന്നുകൊണ്ട് അയ്യം വിളിക്കേണ്ടി വരും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ, ഇല്ല, അടിമത്തത്തിൽ അയ്യം വിളിക്കാതെ ദൈവം എന്നെ ആക്കിയ സ്ഥലത്തേക്ക് പോയി അത് കഴിയുമ്പോൾ മടങ്ങിപ്പോകാനുള്ള കൃപ തരണം കർത്താവേ. കനാനിൽ ക്ഷാമം മാറിയപ്പോൾ അവിടെയും ഭക്ഷ്യസാധനങ്ങൾ വളരുവാൻ തുടങ്ങി. അവിടെയും സമ്പത്ത്, സമൃദ്ധി എല്ലാം അവിടെയും ഉണ്ടായപ്പോൾ ഞാൻ അവിടേക്ക് മടങ്ങിപ്പോകേണ്ടതിന് പകരം മിസ്രൈമിൽ നിന്നതിൻ്റെ കെടുതി അനുഭവിക്കേണ്ടി വന്ന ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ പരാജയം കർത്താവേ എനിക്കുണ്ടാകരുത്. ആ സമർപ്പണത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചാട്ടെ. ഈ ദൂത് മനസ്സിലായെങ്കിൽ, എന്നോടാ ദൈവം സംസാരിച്ചെങ്കിൽ, നിങ്ങൾ ഉറക്ക ബഹളം ഒന്നും വെക്കണ്ട, ശാന്തമായ ദൈവത്തോടൊന്ന് പറഞ്ഞാൽ മതി.
കർത്താവേ, ഇവിടെ പാർക്കാൻ തക്ക പട്ടണമില്ല. ആ തിരിച്ചറിവ് എനിക്ക് തരണം കർത്താവേ. എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ കർത്താവ് തരും. ഒന്നും കർത്താവ് കുറയ്ക്കത്തില്ല. യെസ്, ഹല്ലേലൂയ. ഭക്തിയോട് ജീവിക്കുന്നവന് രാജാവ് ഉത്തരവിടും, ഒന്നും കുറയ്ക്കരുത്. മൊർദെഖായി ഭക്തനായി ജീവിച്ച് പ്രാർത്ഥനാ മനുഷ്യനായി ജീവിച്ചവനെ മാനിക്കാൻ തീരുമാനിച്ചപ്പോൾ ശത്രുവിനെ കൊണ്ട് പറയിച്ചിട്ട് അധികാരി രാജാവ് പറഞ്ഞൊരു വാക്കുണ്ട്, നീ പറഞ്ഞതിൽ ഒന്നും കുറയ്ക്കരുത്. ഭക്തിയോട് ജീവിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്കിവിടെ അനുഭവിക്കാൻ ദൈവം ഒരുക്കിയത് ഒന്നും കുറയ്ക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. അത് നിൻ്റെ ശത്രുവിനെ കൊണ്ടാണെങ്കിലും നിന്നോട് വിരോധമുള്ളവനെ കൊണ്ടാണെങ്കിലും ദൈവം ചിലത് ചെയ്യിക്കും. ഇന്ന് പകൽ പറ, ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ എനിക്കുള്ളത്, എനിക്ക് വേണ്ടത്, എനിക്ക് ആവശ്യമുള്ളത് ഒന്നും എൻ്റെ കർത്താവ് കുറയ്ക്കത്തില്ല. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്തൊരു ദൈവം. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലാതെ എന്നെ ജയോത്സവമായി നടത്തുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകല ബോധ്യത്തോട് പറഞ്ഞാട്ട്, ഇവിടെ പാർക്കാൻ തക്ക പട്ടണമില്ലെങ്കിലും എന്നെ പാർപ്പിക്കാൻ ഒരു പട്ടണം എൻ്റെ കർത്താവ് ഒരുക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ. ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കാൻ പോകുന്നു. ഭവനം ഒരുക്കിയാൽ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ആ ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എന്നെ ചേർക്കാൻ എത്രയും വേഗത്തിൽ എൻ്റെ കർത്താവ് വരാനുള്ള സമയം സമാഗതമായി. ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് അല്പസമയം കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട്, യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പാർക്കാൻ തക്ക പട്ടണം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി, വിശ്വസതയ്ക്കായി അങ്ങത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഹല്ലേലൂയ. നമുക്ക് അബലമുള്ള കരങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം, മരുഭൂമിയിൽ എന്നെ ആക്കിയിടത്ത് പാർക്കാൻ തക്ക പട്ടണം ഇല്ല. ഞാൻ അതിനുവേണ്ടി കിടന്ന് അലയണ്ട. എന്നാൽ എനിക്ക് വേണ്ടി ഒരു ഭവനം ഒരുങ്ങുന്നു. ആ ഭവനത്തിൽ എത്തിച്ചേരാൻ കർത്താവെ തടസ്സങ്ങളൊന്നും ഉണ്ടാകല്ലേ, അവിടെ എത്തിച്ചേരാനുള്ള കൃപ തരണമേ. ആ സമർപ്പണത്തോടെ നമുക്കായിരിക്കാം ഈ വചനം അതിനൊരു മുഖാന്തരമായിട്ടുള്ള പ്രാർത്ഥനയോടെ ഞാൻ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.